ആദ്യം ഞാൻ കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, ഇന്ന് KC വേണുഗോപാൽ G സുധാകരനെ കാണുന്നു. അതൊരു സൗഹൃദ സന്ദർശനമാണെന്ന് ഇരുവരും പ്രതികരിക്കുന്നു. ഇന്നേ ദിവസം തന്നെയാണ് ലീഗ് നേതാക്കളും അവിടേക്ക് എത്തിയത്. ചന്ദ്രികാ ദിനപത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം G സുധാകരൻ നടത്തണമെന്നൊരു ആലോചന ലീഗിനകത്തും ഉണ്ടാകുന്നു. അപ്പോൾ UDF-ൽ G സുധാകരനുമായി ബന്ധപ്പെട്ട് അത്തരം ആലോചനകളും പ്രതീക്ഷകളും ഉണ്ടോ? അല്ല, അത്തരം ആലോചനകളും പ്രതീക്ഷകളും ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ അതിൽ ഇന്നിപ്പോൾ KC വേണുഗോപാൽ സന്ദർശിച്ചത് സൗഹൃദ സന്ദർശനമാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ആ വിശ്വാസത്തേക്കാൾ ഉപരി അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ രാഷ്ട്രീയം സുധാകരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയെന്നോ അല്ലെങ്കിൽ സുധാകരനെ നാളെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുക എന്നൊന്നും ആയിരിക്കില്ല. അതായത് CPM-ന് ഒരു അമ്പരപ്പ് ഇപ്പോൾ ഉണ്ട്. ആ അമ്പരപ്പിൻ്റെ തോത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു നയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി G സുധാകരനെ കാണുകയും അതിനുശേഷം പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട നേതാവാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന സുധാകരൻ്റെ പ്രതികരണവും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഏതാണ്ട് 2 വർഷമായിട്ട് G സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ പരാമർശങ്ങളിൽ ഊന്നിയുള്ള പാർട്ടി വിമർശനങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കരുവന്നൂർ വിഷയത്തിലാണെങ്കിലും മറ്റ് പാർട്ടിയുടെ ഏത് വിഷയത്തിലാണെങ്കിലും ശരി, കായംകുളത്തെ വിഭാഗീയതയെക്കുറിച്ചാണെങ്കിലും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ UDF-ന് പ്രതീക്ഷ ഉണ്ടാകുമെന്നൊരു തോന്നൽ, അതായത് കഴിഞ്ഞ വയനാട്, പാലക്കാട് അസംബ്ലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ ഈ നടന്ന വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിലെ UDF-ന് കിട്ടിയ മേൽക്കൈയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രീ സുധാകരനെ പോലുള്ള മുൻ മാർക്സിസ്റ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അപ്പോൾ ആ പ്രസക്തിയെ അംഗീകരിക്കുക, ആ പ്രസക്തിയെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുക. അങ്ങനെ സ്വാഗതം ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് UDF-ന് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ സ്വാഗതം ചെയ്യുകയും അത്തരത്തിൽ സുധാകരൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ അമ്പരപ്പിൽ നിൽക്കുന്ന CPM-ൽ ഉണ്ടാകാവുന്ന ഒരു നീറിപ്പുകച്ചിലുണ്ട്. അത് രാഷ്ട്രീയത്തിൽ എതിർപക്ഷത്തിന് എപ്പോഴും ആവേശം പകരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവണം ശ്രീ സുധാകരനെ കണ്ടത് എന്നതിൽ സംശയമില്ല. പക്ഷേ അവർ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ടാകണമെന്നില്ല. കാരണം ഓടിപ്പോയിട്ട് രാഷ്ട്രീയം സംസാരിച്ചിട്ട് ഉണ്ടാകാവുന്നൊരു സ്ഥിതിക്ക് വിശേഷം കേരളത്തിൽ ഇപ്പോൾ ഇല്ല. അതിപ്പോൾ തിരഞ്ഞെടുപ്പൊന്നുമില്ല, വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അതിൽ ഇതൊന്നും പെട്ടെന്നൊരു വിഷയമായിട്ട് ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് ഇത് ആദ്യമായിട്ടല്ല. അവർ ചന്ദ്രികയുടെ അതിൽ മുഖപത്രത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മുൻപും അവർ പോയിട്ടുണ്ട് സുധാകരൻ എടുക്കുന്നത് പറയുന്നു. ആയിക്കോട്ടെ, പക്ഷേ അതിന്റെ ഉദ്ഘാടനം G സുധാകരൻ തന്നെ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നതിലൊരു രാഷ്ട്രീയമില്ലേ ശ്രീ N ശ്രീകുമാർ? ഈ അമ്പരപ്പ് ഒന്നുകൂടി കൂട്ടാനുള്ള ഒരു കൂട്ടായ ശ്രമം UDF-നകത്തുണ്ടോ എന്നുള്ളതാണ്. എന്താ സംശയം സ്മൃതി അക്കാര്യത്തിൽ? ചന്ദ്രിക എന്ന മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൻ്റെ പ്രചരണം ഒരു CPM നേതാവ് നിർവഹിക്കാച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ UDF-ൻ്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നല്ലേ? UDF-ൻ്റെ ആശയങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സന്ദേശങ്ങൾ വരുന്ന ചന്ദ്രികാ ദിനപത്രം നമ്മൾ വായിക്കണം എന്നൊരു CPM നേതാവ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ടി പത്രം മാത്രം വായിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്ന സിദ്ധാന്തം അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് G സുധാകരൻ പണ്ടൊരു കാര്യം പറഞ്ഞ് ഓർക്കണം, എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചൊരു പത്രം എൻ്റെ പത്രമാണ് ദേശാഭിമാനി. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരാളാണ് സുധാകരൻ. അപ്പോൾ പക്ഷേ അതൊന്നും ഞാൻ ഇതായിട്ടൊക്കെ കൂട്ടിച്ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ സുധാകരൻ്റെ നിലപാടുകൾ പാർട്ടിയിലെ ഒരു തിരുത്തൽ ശക്തിയുടെ നിലപാടുകളാണ്. അത് പാർട്ടി തിരുത്തുന്നില്ല. പാർട്ടി സുധാകരൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വില വയ്ക്കുന്നില്ല. ഇപ്പം നോക്കൂ, അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം MLA ആയിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനം നടന്നപ്പോൾ പാർട്ടി പ്രതിനിധികൾക്ക് ശ്രീ സുധാകരൻ കൊടുത്ത മധുരം അമ്പലപ്പുഴ പാൽപ്പായസമാണ്. മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശ്രീ G സുധാകരനെ അമ്പലപ്പുഴയിൽ നിന്ന് മാറ്റുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? സുധാകരൻ ഈ പാർട്ടിക്ക് വേണ്ട എന്നാണ്.
അങ്ങനെ വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ പിറ്റേന്ന് AICCയുടെ വളരെ ശക്തിയുള്ള ഒരു വക്താവും നേതാവും ജനറൽ സെക്രട്ടറിയും സുധാകരനെ പോയി കാണുമ്പോൾ സുഖവിവരം അന്വേഷിക്കുമ്പോൾ അതിൽ ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു സുഖവിവരം കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ലീഗിൻ്റെ കാര്യത്തിലുണ്ട്. മുസ്ലിം ലീഗിനെ ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ അവസാനത്തെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പാണക്കാട് തങ്ങളെക്കുറിച്ച് പറഞ്ഞെന്താ? എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് അവസാനത്തെ 4 ദിവസം തങ്ങൾക്കെതിരെ മെക്കിട്ട് കയറിയത്? എന്ത് ഗുണമുണ്ടായി? അപ്പം അങ്ങനെയുള്ള പിണറായി പറയുന്ന പാണക്കാട് തങ്ങളുടെ പത്രം ചന്ദ്രിക ഞാൻ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് സുധാകരൻ തീരുമാനിച്ചാൽ അതിൽ സന്ദേശമുണ്ട്. പക്ഷേ അദ്ദേഹം അതിലൊരു വലിയ തന്ത്രം കാണിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശ്രീ സുധാകരൻ ഇന്ന് ആ കാര്യം നിർവഹിച്ചിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ പാർട്ടി വിരുദ്ധതയായിട്ട് പാർട്ടിക്കാർക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു, CPM നേതാക്കൾക്ക്. അതിന് അവസരം കൊടുത്തില്ല സുധാകരൻ. സുധാകരൻ എന്ന് പറയുന്നത് ഇന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന തുല്യരിൽ ഒന്നാമൻ പിണറായി ആയിരിക്കും. പക്ഷേ 2ാമനോ 3ാമനോ ആകേണ്ട ആളായിരുന്നു. അവിടെ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 75 വയസ്സ് കഴിഞ്ഞ ഒരാളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്നത്തെ സന്ദർശനം കാണാൻ. ആ സന്ദർശനത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമില്ലെങ്കിലും നമ്മളതിൽ രാഷ്ട്രീയം ദർശിക്കണം. അത് മാന്യമായ രാഷ്ട്രീയമായിരിക്കും, മാന്യമായ രാഷ്ട്രീയം. ശ്രീ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അല്ല സുധാകരനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങൾ പഠിച്ച് SFIയിലൂടെ വളർന്ന് സ്വന്തം സഹോദരൻ രക്തസാക്ഷിയായ ഒരു പ്രസ്ഥാനത്തിലൂടെ വന്ന ആളാണ് സുധാകരൻ. ഭുവനേശ്വരൻ സ്വന്തം സഹോദരൻ രക്തസാക്ഷിയാകുമ്പോൾ ആരാൽ രക്തസാക്ഷിയായി എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ N. ശ്രീകുമാർ. അല്ല, ചരിത്രം നമ്മൾ ഭൂതകാലം വിസ്മരിക്കാൻ പറ്റുമോ സ്മൃതി? ആരാണ് കൊലപ്പെടുത്തിയെന്നുള്ള ഇപ്പോൾ പ്രസക്തമല്ല. കാരണം ആ ആളുടെ ചേട്ടനാണ്, സഹോദരനാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ആളെ കോൺഗ്രസ് അല്ല അവഗണിച്ചത്. ആ ആളെ ചേർത്ത് നിർത്തേണ്ട പാർട്ടി ഒരു സമ്മേളനത്തിൽ സുധാകരൻ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ഭയന്നില്ലേ? അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ സുധാകരൻ പ്രസംഗിച്ചാൽ ഈ പാർട്ടിയിൽ എന്തോ ഉണ്ടാകാൻ പോകുന്നു എന്ന് ഭയന്നില്ലേ? ആ ഭയപ്പാട് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ നേതാക്കളിലും ഉണ്ട്. ആ ഭയപ്പാടിനെ ഒന്നുകൂടി കത്തിച്ച് നിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ കടമയാണ്. കാരണം CPM ആഗ്രഹിക്കുന്ന എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ഭരണത്തിൽ ഇനി CPM വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ വിധത്തിലുള്ള നയവും കോൺഗ്രസ് ആവിഷ്കരിക്കും. അതിന് അടവ് നയമൊന്നും പറയില്ല, നേരിട്ട് പോയി സംസാരം. ശ്രീ സുരേന്ദ്രൻ കാണിച്ച പോലെ വിട്ടിത്തൊന്നും കോൺഗ്രസ് കാണിക്കില്ല, സംശയം വേണ്ട. Debate with Smriti Parithikar.